എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? ഒന്നാമതായി വിവിധ മേഖലകളിൽ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള മരണമായിരുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ, വിശ്വസിക്കുന്നവരെ വിടുവിക്കുവാൻ യേശു കർത്താവ് തന്റെ രക്തം നൽകി പകരമരണം. ഈ പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പകരമരണം എന്നാണ്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് വ്യക്തമാക്കുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 2-ാമത്തെ അധ്യായം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. അപ്പൊ പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ എന്താ? പകരമരണം. യേശു ക്രൂശിലേക്ക് പോകുന്നത് അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തമല്ല, അവൻ ചെയ്ത തെറ്റുകൾ നിമിത്തമല്ല. അതൊരു അപകട മരണം അല്ല ബ്രദറെ, അതൊരു ആത്മഹത്യയോ കുലപാതകമോ അല്ല. ആമീൻ, അതൊരു പ്രായശ്ചിത്ത മരണമാണ്. ഈ മരണത്തെ എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എങ്ങനെയാ വിവരിക്കുന്നതെന്ന് അറിയാമോ? അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ജനത്തിന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി ജനത്തിന്റെ പാപത്തെ പരിഹരിക്കാൻ